മറ്റു വാർത്തകളിലേക്കാണ്. കോട്ടയം തിരുവാതുക്കലിൽ വീടിനുള്ളിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രമുഖ വ്യവസായി തിരുവാതുക്കൽ സ്വദേശി വിജയകുമാറും ഭാര്യ മീരയുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്ന സംശയം. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, രക്തം വാർന്ന നിലയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മുഖത്ത് ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ച പാടുകൾ അടക്കമുണ്ട്. ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതിൽ സൂചനയുണ്ടോ? ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു കോട്ടയം നഗരത്തെ ഞെട്ടിച്ച ഒരു ഇരട്ട കൊലപാതകം നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. ഇത് ഒരു വർഷത്തോളമായി ഈ വീട്ടിൽ, ഈ മരിച്ച വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ആസാം തൊഴിലാളിയാണ് അദ്ദേഹമാണ്, ഇതര സംസ്ഥാന തൊഴിലാളിയാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എന്നാലും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം ഇതൊരു നഗര മധ്യത്തിലുള്ള വീടായത് കാരണം പ്രദേശത്തെ വിവിധ CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് ഒരു അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ഒരു പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിലെത്തിയത്. ഇതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിവൈരാഗ്യം മൂലമുള്ള കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഈ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നൊരു കാര്യമാണ് ഈ നിമിഷം പുറത്തു വന്ന റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ പോലീസ് നൽകുന്ന വിശദീകരണം. ഇദ്ദേഹം ഒരു വർഷത്തോളമായി ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്കാരനായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസത്തോളമായി ഈ സ്വഭാവദൂഷ്യം കാരണം, അല്ലെങ്കിൽ വീട്ടിലെ ഫോൺ മോഷ്ടിച്ചു എന്ന പേരിൽ ഇദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു. ഈ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ഈ വ്യക്തിവൈരാഗ്യമാണ് ഇതുപോലത്തെ ഒരു ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. അതുപോലെ തന്നെ അതേസമയം തന്നെ ഈ മരിച്ച വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും ദേഹത്ത് വിവിധ ആക്രമിച്ച പാടുകളുണ്ട്. അത് സമീപത്തു നിന്ന് കിട്ടിയ കോടാലി കൊണ്ട് ഉപയോഗിച്ച ആക്രമണം എന്നും കൂടി ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണമാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മുൻഭാഗത്ത് CCTV ദൃശ്യങ്ങളുണ്ടെങ്കിലും ബാക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ വീടിൻ്റെ പുറകു ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിചയമുള്ള പ്രതി ഈ വീടിൻ്റെ പിൻവാതിലൂടെയാണ് വീട്ടിലേക്ക് കയറി ചെന്നത് എന്നുകൂടി ഇപ്പോൾ പോലീസ് നൽകുന്ന ഒരു പ്രാഥമിക നിഗമനമാണ്. സമീപത്തു നിന്നും കോടാലിയും അതുപോലെ തന്നെ അമ്മിക്കല്ലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ആക്രമണത്തിൽ, അല്ലെങ്കിൽ ദമ്പതിമാരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങളാണെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ 8 മണിയോടെ കോട്ടയം നഗരത്തെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകത്തിൽ ഒരു പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന സൂചനയാണ് ഈ നിമിഷം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അതേസമയം തന്നെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കുകയാണ്, അല്ലെങ്കിൽ നഗര മധ്യത്തിലുള്ള വിവിധ CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് പോലീസിന്റെ നിഗമനം. അതേസമയം തന്നെ നഗരത്തിലെ പ്രമുഖ വ്യവസായിയായ വിജയകുമാറും ഭാര്യ മീരയും ഇത് രാവിലെ 8 മണിയോടെയായിരുന്നു ഇതുപോലെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആദ്യം വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ഇതുപോലെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിന് വിവരമറിയിക്കുകയും ഇതൊരു കൊലപാതകമാണെന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. വൃന്ദ. രാജേഷ്, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായോ? ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ഒരു കസ്റ്റഡിയിലുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ, അല്ലെങ്കിൽ ഒരു വർഷത്തോളമായി ഈ വീട്ടിൽ ജോലി ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളി കസ്റ്റഡിയിലുണ്ടെന്ന കാര്യമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ ഈ അന്വേഷണം ഒരു ഊർജിതമാക്കാൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി നഗരത്തിലെ വിവിധ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയം തന്നെ ഈ വീടിന്റെ മുൻവശത്തെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിലും വീടിന്റെ പുറകുഭാഗത്ത് CCTV ദൃശ്യങ്ങൾ ഇല്ല ഒരു കാര്യം കൂടി ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണമാണ്. ഇത് മുൻപരിചയമുള്ള പ്രതിക്ക് ഈ പിൻവാതിലൂടെയാണ് വീട്ടിലേക്ക് കയറി ചെന്നതും ഈ ദമ്പതികളെ ആക്രമിച്ചതെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. അതേസമയം തന്നെ സമീപ മേഖലയിൽ, അല്ലെങ്കിൽ വിവിധയിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട വ്യക്തിവൈരാഗ്യമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശത്രുത ഉണ്ടോ എന്ന കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോടെ നടന്ന ഇരട്ട കൊലപാതകം കോട്ടയം നഗരത്തെ തന്നെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ആദ്യം ഒരു സാധാരണ മരണമായി കണ്ട ഈ കേസ് ഒരു കൊലപാതകത്തിലേക്ക്, അല്ലെങ്കിൽ കൊലപാതകമെന്ന് പോലീസ് നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഈ കേസിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നൊരു സൂചനയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ സംഭവ സ്ഥലത്ത് കോട്ടയം നഗരമധ്യത്തിലുള്ള ഈ ആഡംബര വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനുള്ളിൽ പുരോഗമിക്കുന്ന കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വൃന്ദ.
ശരി, രാജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുതലപ്പുഴയിൽ പൊഴി മുറിക്കുന്ന ജോലികൾ തുടരുന്നു. കണ്ണൂരിൽ നിന്ന് വ്യാഴാഴ്ചയോടെ ഡ്രഡ്ജർ മുതലപ്പുഴയിൽ എത്തിച്ച മണൽ നീക്കാനാണ് തീരുമാനം. 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ വീതിയിലുമാണ് പൊഴി മുറിക്കുക. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നാളുകൾ നീണ്ട ഒരു സമരത്തിനൊടുവിൽ ഏറ്റവും ഒടുവിൽ മുതലപ്പുഴയിൽ പൊഴി മുറിക്കുന്ന ജോലികൾ തുടരുകയാണ്. കണ്ണൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കണം. വ്യാഴാഴ്ചയോടാണ് ഡ്രഡ്ജർ എത്തിക്കുക എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? മുതലപ്പുഴയിൽ ഇപ്പോൾ പൊഴി മുറിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ വീതിയിലുമാണ് പൊഴി